സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് 11 ലക്ഷത്തിലധികം പേരെ ക്രൂരമായി കൊന്ന പോളണ്ടിലെ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമ്മൾ പോളണ്ട് എത്തിയതിനു ശേഷം കാണാൻ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഇത് ക്രാക്കോ സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 hour ഡിസ്റ്റൻസ് ആണുള്ളത്. ക്രാക്കോയിൽ നമ്മളൊരു 3 day ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഈ വിസിറ്റ് പ്ലാൻ ചെയ്തത്. നമ്മളൊരു പാക്കേജ് ബുക്ക് ചെയ്തതാണ് ക്രാക്കോന്ന്. അത് രാവിലെ 8 മണിക്കാണ് അവർ സമയം പറഞ്ഞത്. ഒരു ഫുൾ ഡേ പാക്കേജാണത്. ഈ പാക്കേജ് എടുത്ത് പോകുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ എത്തിയിട്ട് എൻട്രൻസിൽ ക്യൂ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാക്കേജിൽ ഒരു മിനി സ്നാക്ക് ബോക്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതിൽ അവരൊരു ബർഗർ, വാട്ടർ ബോട്ടിൽ, കുറച്ച് ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. If you need to go to the toilet, of course there's time for it, but if not, please just come back to our bus because all together we need to ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പിനെ കുറിച്ചിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയയും പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എവിടെ വെച്ച് മീറ്റ് ചെയ്യണം, എപ്പോഴാണ് ബ്രേക്ക്, ഓരോ സ്ഥലത്ത് എത്ര സമയം സ്പെൻഡ് ചെയ്യണം, മീറ്റിംഗ് പോയിന്റ്, ഇതൊക്കെ അവർ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. car park, and in the end we'll have additional second break, something like 15. എൻട്രി ടിക്കറ്റ്സ് ഒക്കെ അവർ നേരത്തെ നമ്മൾക്ക് തന്നതുകൊണ്ട് ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ക്യൂ ഒഴിവായി. നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ആ സെക്ഷനിലേക്കാണ് പോയത്. ഓൾമോസ്റ്റ് ഒരു എയർപോർട്ട് ലെവൽ സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ എൻട്രൻസിലുള്ളത്. ഒരു ID കാർഡ് മസ്റ്റായിട്ട് കാണിക്കണം. നമ്മൾ പാസ്പോർട്ടാണ് കാണിച്ചത്. ഈ സെക്യൂരിറ്റി ചെക്കിന് കഴിഞ്ഞിട്ടാണ് ഓഡിയോ ഗൈഡിന് വേണ്ടിയിട്ടുള്ള ഹെഡ്ഫോൺസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തത്. എല്ലാം കഴിഞ്ഞ് ക്യാമ്പിലേക്ക് കയറുന്നതിൻ്റെ ഫസ്റ്റ് സെക്ഷനാണിത്. ഇതിലെ നടക്കുമ്പോൾ ഇവിടെ മരിച്ച ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് കേൾക്കാം. ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാലാണ് ക്യാമ്പിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നാസി ജർമ്മൻസ് ഓപ്പറേറ്റ് ചെയ്ത ഈ ക്യാമ്പിലേക്ക് ഏകദേശം 13 ലക്ഷം പേരെയാണ് യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നുമായി ഡീപ്പോർട്ട് ചെയ്തത്. ഇതിൽ 11 ലക്ഷത്തിലധികം പേരാണ് ഇവിടെ മരിച്ചതും. ഈ മെയിൻ എൻട്രൻസ് ഗേറ്റിലാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു ജർമ്മൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ടുള്ളത്. അർബൈറ്റ് മാക്ത് ഫ്രൈ, ജോലി ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വതന്ത്രരാകും എന്നാണ് ഇതിൻ്റെ മീനിങ്. എഴുതി വെച്ചത് ഇതാണെങ്കിലും അവരുടെ യഥാർത്ഥ ഉദ്ദേശം ജൂതവംശജരെ മുഴുവനായിട്ടും ഇല്ലാതാക്കലായിരുന്നു. ഓഷ്വിറ്റ്സ് ക്യാമ്പ് കുറേ ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 40-ലധികം. ഇതിലെ എല്ലാ ബ്ലോക്കിലേക്കും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. നമ്മൾ ആദ്യം പോയത് ബ്ലോക്ക് 4-ലേക്കാണ്. എക്സ്റ്റർമിനേഷൻ സെക്ഷൻ, എക്സ്റ്റർമിനേഷൻ ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു മാപ്പ് കാണാം. യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ടാണ് ജൂതന്മാരെ ജോലിക്കായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 1940-1945 വരെയുള്ള പീരീഡിലാണ് ഏകദേശം 13 ലക്ഷം ആൾക്കാരെ ഇങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്തത്. ഇതിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 11 ലക്ഷം ജൂതന്മാരും 1.5 ലക്ഷം പോളിഷ് ആൾക്കാരും പിന്നെ മറ്റു ഭാഗത്തു നിന്നുള്ളവരുമായിരുന്നു. ഇതിലെ ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 1940 1.5 ലക്ഷം പോളിഷ് പ്രിസണേഴ്സും 41 വേറെ നാഷണാലിറ്റീസ് ആയിട്ടുള്ള 25,000 പേരെയുമാണ് ഇങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്തത്. ഇതിൽ പകുതി പേരും ക്യാമ്പിൽ കൊല്ലപ്പെട്ടു. 1942 11 ലക്ഷം ജൂതന്മാരെ ഓഷ്വിറ്റ്സിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നതും അതിൽ 10 ലക്ഷത്തിലധികം പേരും കൊല്ലപ്പെടുന്നതും.
ക്യാമ്പിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻ പ്രോസസ്സ് അവരുടെ ആരോഗ്യനിലയും പിന്നെ ഫിറ്റ്നസ് ലെവലും നോക്കിയിട്ടായിരുന്നു. ഈ ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഫിറ്റ്നസ് അവർക്ക് ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യുകയും ഇല്ലെങ്കിൽ നേരെ കൊല്ലുകയുമാണ് ചെയ്തത്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ അടക്കമുള്ള കുറേ ഫോട്ടോസ് ഈ ബ്ലോക്കിൽ നമുക്ക് കാണാൻ പറ്റി. ട്രെയിനിൽ ആളുകളെ കൊണ്ടുവരുന്നതും ജോലിക്ക് വേണ്ടി ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്ന കുറേ ഫോട്ടോസും അവിടെ ഉണ്ടായിരുന്നു. ഈ ക്യാനുകളിൽ സൂക്ഷിച്ചിരുന്ന സൈക്ലോൺ ബി എന്ന പേരിലെ ക്രിസ്റ്റൽസ് ഉപയോഗിച്ചാണ് കൂടുതൽ പേരെയും കൊലപ്പെടുത്തിയത്. പിന്നെ നമ്മളവിടെ കണ്ടത് അവിടെ മരിച്ചവരുടെ ചെരുപ്പുകളും അവരുപയോഗിച്ച കപ്പുകളും പേരും നമ്പറും എഴുതിയ ബാഗുകളും പിന്നെ അവരുപയോഗിച്ച പല സാധനങ്ങളുമായിരുന്നു. അടുത്ത ബ്ലോക്കിൽ നമ്മൾ കണ്ടത് അവരുടെ ലിവിങ് കണ്ടീഷൻസ്, ബെഡ്റൂം, സാനിറ്ററി സ്പേസസ് ഒക്കെ ആയിരുന്നു. ഈ ബ്ലോക്കിൽ 2 സൈഡിലും മതിലുകളിലായിട്ട് മരിച്ചവരുടെ ഫോട്ടോസും അവിടെ ഉണ്ടായിരുന്നു. 100 കണക്കിന് സ്ത്രീകളെ, അതിൽ കൂടുതലും ജൂതന്മാരെ, ഓരോ പരീക്ഷണ വസ്തുക്കളായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തത്. ഈ പല പരീക്ഷണങ്ങളും അവരെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് മരിക്കുകയും അതിൽ കൂടുതൽ പേർക്കും പെർമനൻ്റ് ആയിട്ടുള്ള മുറിവുകളുണ്ടായിരുന്നു. ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ നമ്മൾ അവസാനമായി പോയത് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ഗ്യാസ് ചേമ്പറുകളിലേക്കാണ്. 1940 മുതലാണ് ഗ്യാസ് ചേമ്പറുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ആദ്യം ഒരു ഗ്യാസ് ചേമ്പർ ആയിട്ടല്ല, ഇവിടെ അസുഖം വന്ന് മരിച്ചവരുടെയും അല്ലെങ്കിൽ മരിച്ച പ്രിസണേഴ്സിനെയും ക്രെമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചേമ്പറുകൾ ഉപയോഗിച്ചത്. പക്ഷെ അതിനുശേഷം 1941 സൈക്ലോൺ ബി എന്ന പേരുള്ള കെമിക്കൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ, നിരപരാധികളെ ഇവിടെ കൂട്ടക്കൊല ചെയ്തത്. ഈ സൈക്ലോൺ ബി ഗ്യാസിങ്ങിന് ആദ്യം ഇരയായത് 600-ലധികം വരുന്ന സോവിയറ്റ് പ്രിസണേഴ്സാണ്. 700 മുതൽ 800 പേരെയാണ് ഒരുമിച്ച് വിഷം ഉപയോഗിച്ച് ചേമ്പറുകളിൽ കൊലപ്പെടുത്തിയത്. ഇതിൽ പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും. ഈ ഗ്യാസ് ചേമ്പറുകളുടെ മുകളിലായിട്ട് ചെറിയ ഹോളുകൾ കാണാം. ഈ ഹോളുകളിലൂടെയാണ് സൈക്ലോൺ ബി എന്ന പേരുള്ള ക്രിസ്റ്റൽസ് അവർ ഉപയോഗിച്ചത്. ഓഷ്വിറ്റ്സ് മെയിൻ ക്യാമ്പ് 1 കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഓഷ്വിറ്റ്സ് 2 എന്നറിയപ്പെടുന്ന ബിർക്കനൗ ക്യാമ്പിലേക്കാണ്. ഓഷ്വിറ്റ്സ് 1-ൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ക്യാമ്പ്. ആദ്യം ഏകദേശം 97,000 പേരെ ഒരുമിച്ച് കൊള്ളിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ഈ ക്യാമ്പിൽ ഇതിൻ്റെ പണി കഴിയുമ്പോഴേക്കും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഒരേ സമയം ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ബോഗികളിലായിട്ടാണ് ആൾക്കാരെ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവർ ഈ ബോഗിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെയായിരുന്നു അവരുടെ പ്രായവും ആരോഗ്യനിലയും നോക്കിയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ്. 100-ലധികം ബ്ലോക്കുകളാണ് ഈ ക്യാമ്പിൽ ഉള്ളത്. ഈ ബ്ലോക്കിനെ ബറാക്സ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഏകദേശം 700-ലധികം പേരാണ് ഓരോ ബ്ലോക്കിലും അവർ താമസിപ്പിച്ചിരുന്നത്. ആദ്യം 500 പേരെയാണ് അവർ പ്ലാൻ ചെയ്തതെങ്കിലും പിന്നീട് അവർ 700 പേരെയാണ് താമസിപ്പിച്ചത്.